സാറേ, ഒരു സംശയം. ഇപ്പോൾ രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് NEP, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ അതെന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അറിയില്ല, മഹാഭൂരിപക്ഷത്തിനും അറിയില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ രാധാകൃഷ്ണൻ സാറിനെ പോലെ ഒരാൾ വരുമ്പോൾ, എത്രയോ വർഷം മഹാരാജസിൽ അധ്യാപകനായിരുന്നു, സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു, വിദ്യാഭ്യാസ വിചക്ഷണൻ നിന്ന് 2 വട്ടം ആലോചിക്കാതെ പറയാവുന്ന ആളുകളിൽ ഒരാളാണ് സാർ. സാർ, എന്താണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം? ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ അത് ആദ്യമായിട്ടുണ്ടാക്കിയതല്ല. 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നിരുന്നു. അന്ന് രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. ആ കാലത്താണ് രാജീവ് ഗാന്ധി റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളുകൾ വന്നത്, നാഷണൽ സ്കൂളുകൾ. എന്ന് വെച്ചാൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ള കുട്ടികളെ, അവർ കുട്ടികളായിരിക്കെ തന്നെ അവിടെ അവരെ കൊണ്ടുപോയി അവരെ താമസിപ്പിച്ച് പഠിപ്പിച്ച് അവരെ മിടുക്കരാക്കി വിടുകയാണ്. നവോദയ സ്കൂളും വന്ന്, നവോദയ സ്കൂളൊക്കെ വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം അന്നുണ്ടായിരുന്നു. പക്ഷെ അന്നും നമ്മളെ കേരളം അതിനെ എതിർത്ത്. അന്നും എതിർത്തു. SFIക്കാർ എതിർത്ത്. 2 തരം പൗരന്മാരെ സൃഷ്ടിക്കാൻ പോയിരുന്നു. അത് പറ്റില്ല. ഈ കേരളീയരെന്ന് പറഞ്ഞാൽ ഒറ്റ പൗരത്വമായിരിക്കണം, എല്ലാം മണ്ടന്മാരായിരിക്കും, എല്ലാം മണ്ടന്മാരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ വലിയ പാരമ്പര്യമുണ്ട്, എന്തിനെ എതിർക്കുവാന്ന് പറഞ്ഞു. ട്രാക്ടർ, കമ്പ്യൂട്ടർ, ട്രാക്ടർ, മെതിയന്ത്രം, കൊയ്ത്ത് യന്ത്രം, എല്ലാത്തിനെയും നമ്മൾ എതിർത്ത്. കമ്പ്യൂട്ടർ വന്ന സമയത്ത് ഞാൻ അന്ന് പത്രപ്രവർത്തകനാണ്. അപ്പോൾ ഈ LIC ബാങ്ക് എംപ്ലോയീസിൻ്റെ സഖാക്കളുടെ സംഘടനയുണ്ട്. അവരൊരു വലിയ യോഗം ഈ മറൈൻ ഡ്രൈവ് ഒന്ന് നികത്തിയിട്ടേക്കാണ്. അവിടെ കെട്ടിടങ്ങളൊന്നും ആയിട്ടില്ല, അവിടെ നടത്തി. റിപ്പോർട്ട് ചെയ്യാൻ ജൂനിയർ എന്നൊക്കെ, ഇത്തരം റിപ്പോർട്ടിങ്ങൊക്കെ ജൂനിയേഴ്സിൻ്റെ പണിയാണല്ലോ. അതെനിക്കറിയാമല്ലോ ആ കാര്യം. കൂലിപ്പണി എല്ലാം എടുപ്പിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ചെറുത് കഴിഞ്ഞപ്പോഴേക്കും ഒരു സഖാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടറിൻ്റെ വന്നു കഴിഞ്ഞാലുള്ള ദോഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകളാണ് അധികവും. അപ്പം ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കറിയാമോ സഖാക്കളെ, സുഹൃത്തുക്കളെ? കമ്പ്യൂട്ടറിൽ നിന്നും വരുന്ന റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗർഭിണികളായ സ്ത്രീകളുടെ ഗർഭം അലസിപ്പോകുന്നു. എൻ്റെ ദൈവം പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിക്ക് ചില സവിശേഷതകൾ ഇപ്പോഴത്തെ അതിൻ്റെ ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഡ്രാഫ്റ്റും ഫൈനൽ ഡ്രാഫ്റ്റും ഒക്കെ ഞാൻ വായിച്ച ഒരാളാണ്. ഞാൻ അന്നൊരു ലേഖനം ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. അത് പക്ഷേ എൻ്റെ പേരിലല്ല വന്നത്, വേറൊരാളുടെ പേരിലാണെന്ന് മാത്രം. അപ്പോൾ അതിലൊരു 3 പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്. അതാണ് ഇതിന് ഈ പോളിസിയുടെ ഏറ്റവും പരമപ്രധാനം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ 1835 എത്താൻ നോക്കുന്നതിന് 35 തുടങ്ങി നമ്മുടെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലായി. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലായത് അത് യൂറോ സെൻട്രിക്കാണ്. കാരണം അതിൻ്റെ ഒന്നാമത്തെ പ്രിമൈസ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വിജ്ഞാനമില്ല, ഇന്ത്യക്ക് ശാസ്ത്രമില്ല, സാമൂഹ്യ ശാസ്ത്രമില്ല, ചരിത്രമില്ല, പിന്നെ കലയില്ല, സംഗീതമില്ല, മതമില്ല, ഒന്നുമില്ല. എല്ലാം അവിടെയാണ്, എല്ലാം യൂറോപ്പിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ മതം മാറ്റി യൂറോപ്പിലെ മതം വരണം. അക്കാലത്ത് യൂറോപ്പിലെ മതം ക്രിസ്തുമതമായിരുന്നു. അങ്ങനെ ക്രിസ്തുമതത്തിലേക്ക് വ്യാപകമായിട്ട് ഇന്ത്യക്കാർ മാറണം. ഇന്ത്യയിലെ വിജ്ഞാനം മുഴുവൻ മാറ്റിയിട്ട് യൂറോപ്പിൻ്റെ വിജ്ഞാനം വരണം. ആ യൂറോപ്പിൻ്റെ വിജ്ഞാനം വരണം, യൂറോപ്പിൻ്റെ ചരിത്രം വരണം. അങ്ങനെ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ ഹിസ്റ്ററിയാണ്. ഇതായിരുന്നു സങ്കല്പം. ഈ യൂറോ സെൻട്രിസമാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാതലായ ഭാഗമായി മാറിയത്. 1947 ശേഷവും യൂറോ സെൻട്രിസത്തിൽ ഒരു മാറ്റവും വന്നില്ല. ആദ്യമായി യൂറോ സെൻട്രിസത്തിൽ നിന്നും ഇന്ത്യ സെൻട്രിസത്തിലേക്ക് ഒരു മാറ്റം വരുന്നത് ഈ പോളിസിയിലാണ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള രൂപം. കാരണം ലോകത്തിൻ്റെ വിജ്ഞാന മേഖലയിൽ ഭാരതത്തിന് അതിൻ്റെ തനതായ വിജ്ഞാനം സംഭാവന ചെയ്യാനുണ്ട് എന്ന ബോധ്യമാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. അതാണ് ഒന്നാമത്തെ പാരഡൈം ഷിഫ്റ്റ്. അപ്പോഴെന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ വിജ്ഞാന ശാഖകളെ കണ്ടെത്തണം. നമ്മുടെ വിജ്ഞാന ശാഖകളിൽ നിന്ന് ലോകത്തിന് ആവശ്യമായ വിജ്ഞാനം ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കണം. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി ടു ലിബറലിസമാണ്. ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനൊക്കെ കുറേ മുമ്പ്, നിങ്ങളതിന് ശേഷം, എന്നാലും സുനിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളൊരു ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞാൽ, പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നമ്മൾ നന്നായിട്ട് പരീക്ഷ എഴുതി, നല്ല മാർക്കുണ്ട്. തേർഡ് ഇയർ നമ്മൾ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല, നമ്മൾ പരീക്ഷ എഴുതിയില്ലെങ്കിൽ തോറ്റു.
നമുക്കുള്ള വാലിഡ് സർട്ടിഫിക്കറ്റ് പ്രീ ഡിഗ്രിയുടെ മാത്രമാണ്. അതെ അതെ, 2 വർഷം വെറുതെ പോയി. അല്ല, ആ 3 വർഷം 3 വർഷം പോയി. 3 വർഷം പോയാലും ഒന്നുമില്ല. ഇപ്പം അങ്ങനെയല്ല. നിങ്ങൾ 1-ാം വർഷം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. 2-ാം വർഷം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്ലോമ തരും. 3-ാം വർഷം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി തരും. 4-ാം വർഷം നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഓണേഴ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു പീരീഡും പാഴായി പോകുന്നില്ല. അത് നല്ല മാറ്റമാണല്ലോ. ഭയങ്കര മാറ്റമല്ലേ. ഇനി അത് കൂടാതെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ കോളേജിൽ പോയപ്പോൾ നമ്മളൊരു വിഷയം എടുത്ത്, ഇപ്പം മാത്തമാറ്റിക്സ് എടുത്തു എന്ന് വെക്കുക. ക്ലാസ്സിൽ പോയിരുന്നപ്പോഴാണ് ഇത് നമ്മൾ കൂട്ടിയാൽ കൂടില്ല എന്ന് ബോധ്യമാകുന്നത്. നമുക്ക് ജീവിതത്തിൽ അത് മാറ്റാൻ പ്രൊവിഷനില്ല. ഇപ്പം അങ്ങനെയല്ല. അത് പറ്റില്ലെങ്കിൽ നമുക്ക് വേറെ വിഷയത്തിലേക്ക് പോകാം. അങ്ങനെ മാറാം. ഞാനൊക്കെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പെട്ടുപോയ ആളാണ്. ഒരുപാട് പേര് അങ്ങനെയുണ്ട്. അന്ന് ഇപ്പം നാട്ടിൻപുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് അങ്ങനെ ഒരു ഉപദേശമൊന്നും കിട്ടാനുള്ള ഒരു സാഹചര്യം കിട്ടുന്ന, അതായത് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ഒക്കെ എടുക്കണമെന്നാണല്ലോ പറഞ്ഞത്. ഈ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇവനും അറിയില്ല, അവർക്കും അറിയില്ല. എന്നാലും എടുക്കും. എനിക്കും അങ്ങനെ എന്തൊരു മോഹമൊക്കെ ഉണ്ടായിരുന്നതാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് എൻജിനീയറിങ് പാസ്സാകണം എന്തൊരു മോഹം വന്നിരുന്നു. പക്ഷേ മാരേജ് കോളേജിൽ അഡ്മിഷൻ്റെ തലേന്ന് അച്ഛൻ മരിച്ചു. അത് കാരണം അത് തീർക്കാതിരുന്നത് നന്നായി എന്ന് ഞാനിപ്പോൾ കരുതുന്നു. അപ്പോൾ എന്തായാലും അതും നല്ലതിനായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് നടന്നില്ല. അച്ഛൻ മരിച്ചതല്ല, ഈ അഡ്മിഷൻ കിട്ടാതിരുന്നത്. അച്ഛൻ മരിച്ചത് ഒരിക്കലും ഈ ആൺമക്കളെ സംബന്ധിച്ചിടത്തോളം അച്ഛന് റീപ്ലേസ്മെൻ്റ് ഇല്ല. അച്ഛനില്ലെങ്കിൽ ഇല്ല. ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ മകന് അച്ഛന് മാത്രം മനസ്സിലാകുന്ന ചില ഘട്ടങ്ങളുണ്ട് ജീവിതത്തിൽ. അച്ഛനെ മനസ്സിലാകും, വേറെ ലോകത്താർക്കും മനസ്സിലാകില്ല. ആ ഘട്ടത്തിലാണ് നമ്മൾ കരഞ്ഞു പോകുന്നത്. ഞാൻ അതുമൊക്കെ തരണം ചെയ്ത ഒരാളാണ്. അപ്പോൾ അത് അങ്ങനെ പോയി. അപ്പോൾ ഈ റിജിഡിറ്റിയിൽ നിന്നും ഫ്ലെക്സിബിലിറ്റിയിലേക്ക് വരെയാണ്. ലിബറലാണിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് കുറച്ച് കാലം വേറെ നിങ്ങൾക്ക് പണി വേണ്ടാന്ന്, വിദ്യാഭ്യാസം മുടക്കണം എന്നുണ്ടെങ്കിൽ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി എടുത്ത് കുറച്ച് കാശുണ്ടാക്കി തിരിച്ച് വന്നത് തുടരാം. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വീണ്ടും വരാം. ഇത് ഒരു വലിയ മാറ്റമാണ്. ഇതൊന്നും അറിയാതെയാണോ ഇവിടെ വലിയ കുഴപ്പമാണെന്ന്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം ഈ പെഡഗോഗി ഉണ്ടല്ലോ, ഡെലിവറി ഒന്നുകിൽ ടീച്ചർ സെൻട്രിക് ആയിരുന്നു. ടീച്ചർ സെൻട്രിക് എന്ന് പറഞ്ഞാൽ അധ്യാപകന് എല്ലാ വിജ്ഞാനത്തിൻ്റെയും അവകാശം. ബാങ്കിങ് സിസ്റ്റമാണ്. അങ്ങനെ പുള്ളി കണ്ട് പോയിട്ട് കുറേ പേർക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റുഡൻറ്റ് സെൻട്രിക്കായി. അധ്യാപകനല്ല, വിദ്യാർത്ഥിയാണ്. അവൻ പറഞ്ഞൊക്കെ കേട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും ടെക്സ്റ്റ് സെൻട്രിക്കായി. ഇത് മൂന്നും അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് ഈ സിസ്റ്റത്തിൽ പറയുന്ന കോണ്ടെക്സ്റ്റ് സെൻട്രിക് ആയിരിക്കണം വിദ്യാർത്ഥിയുടെ കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയ വാക്കാണ്. വിദ്യാർത്ഥി ജനിച്ച് ജീവിക്കുന്ന പ്രദേശത്തെ ചരിത്രം, സാഹിത്യം, തത്വചിന്ത, മതം, വിശ്വാസം, ആചാരം, ശാസ്ത്രം, ജീവിത രീതികൾ, ഇതെല്ലാം കൂടി ചേർന്ന് അവിടുത്തെ ഭൂമിശാസ്ത്രം, ഭൂഗർഭശാസ്ത്രം, ഇതൊക്കെ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു ഏകകമാണ് കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റിൽ നിന്നും സ്വാഭാവികമായി രൂപപ്പെട്ടു വരേണ്ടതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം. ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ പോളിസി പ്രകാരം എങ്ങനെയാണ് നമ്മൾ പ്രൈമറി മുതലുള്ള വിദ്യാഭ്യാസത്തെ എങ്ങനെ കാണണം? അതിനാണ് PM ശ്രീ. അത് പ്രൈം മിനിസ്റ്ററുടെ PM എന്നുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എതിർക്കണം എന്നാണ്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി ആയതുകൊണ്ട് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എതിർത്തിട്ട് അവനെ ശരിപ്പെടുത്തി കളയണം. എന്താണ് എന്ന് പോലും നോക്കേണ്ടതില്ല. എന്താണെന്ന് നോക്കാതെ എതിർക്കണം. അതിൻ്റെ ഫലമാണ്. അതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടെക്ച്വലായ വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കണം വിദ്യാർത്ഥികൾക്ക്. അവരുടെ പരിസ്ഥിതി സൗഹൃദമായ പാഠ്യപദ്ധതികൾ വേണം. പരിസ്ഥിതി സൗഹൃദമാക്കി വിദ്യാലയങ്ങളെ മാറ്റണം. ഇതൊരു 24 മണിക്കൂറും ഉള്ളൊരു പദ്ധതിയാണ് ഇത്. വിദ്യാഭ്യാസം ബ്രേക്കില്ല, അവധിയില്ല. അവർ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ മാത്രമല്ല, അവർ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ ഈ വിദ്യാർത്ഥികൾ സന്ദർശിക്കണം. അവിടെ പോയിട്ട് അവരുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ പരിസ്ഥിതിയിൽ നിന്ന് വേണം ടെക്സ്റ്റ് രൂപീകരിക്കാൻ.
ആ ടെക്സ്റ്റ് അവരുടെ ലാംഗ്വേജിൽ പറയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഏറ്റവും വലിയ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് അനുഭവിച്ചൊരു ഗുരുനാഥൻ എന്ന് പറയാവുന്നത് യേശുദേവനാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ മുക്കൂരും നിരക്ഷരരുമാണ് പുള്ളിയുടെ അനുയായികൾ. കാശുള്ള ആരും പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല, പാവങ്ങളായിരുന്നു. മുക്കുവരും നിരക്ഷരരും കൃഷിക്കാരും ഇങ്ങനെയുള്ളവരാണ്. പാവങ്ങൾ അല്ലാതെ വേറെ ആരും പോയില്ല. ഈ പാവങ്ങൾ സഭ വന്നതിന് ശേഷമാണ് പിന്നെ പണക്കാർ സഭയിലേക്ക് വരുന്നത്. അതുവരെ അവരും ഉണ്ടായിരുന്നില്ല. ആദിമ ക്രിസ്ത്യാനികളുടെയും ജീവിതം ദുരന്തമായിരുന്നല്ലോ. അപ്പം മുക്കുവരെല്ലാം കൂടി ചേർന്നിട്ട് ചോദിച്ചു, കർത്താവേ, കുറേ കാലമല്ല ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത്, എന്താണ് സ്വർഗരാജ്യം? ചോദിക്കുന്നത് നിരക്ഷരരായ മുക്കുവരാണ്, പത്രോസിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ പറഞ്ഞു, എല്ലാ മീനും ഉൾക്കൊള്ളുന്ന വലക്ക് സമം. എല്ലാ മീനും ഉൾക്കൊള്ളുന്ന, അതായത് ഒന്നിനെയും പുറന്തള്ളാതെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് സ്വർഗരാജ്യം. ഓൾ ഇൻക്ലൂസീവ്നെസ്. ശത്രുവില്ല, മിത്രമില്ല. അതാണ് ശത്രുമിത്ര ഭാവങ്ങൾക്ക് അതീതമായ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നീ ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഓൾ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫി മുക്കുവർക്ക് ഇതിനേക്കാൾ ഭംഗിയായി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ? ഇതാണ് കോണ്ടെക്സ്വൽ ലാംഗ്വേജും കോണ്ടെക്സ്വൽ മോഡ് ഓഫ് ഡെലിവറി ഓഫ് വിസ്ഡവും. ഈ രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം എന്നാണ് PM ശ്രീ പറയുന്നത്. അത് എങ്ങനെയാണ്? പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ആകെ 14,500 സ്കൂളുകളിലേ ഉള്ളൂ ഇന്ത്യയിലാകെ. അതിൽ 10,500 കഴിഞ്ഞു. 3 സംസ്ഥാനങ്ങളാണ് ബാക്കിയുണ്ടായിരുന്നത്, കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും. തമിഴ്നാട് ഇപ്പോൾ തമിഴ്നാട് ഒപ്പുവെച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കാശ് വാങ്ങിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കേസ് എന്തിനാണ് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മമതാ ബാനർജിക്കാണെന്നുണ്ടെങ്കിൽ ആ എം എ എന്ത് ചെയ്യുമെന്നുള്ള കാര്യം ആ എമ്മയ്ക്കും അറിയില്ല. അതെ, അല്ല, അവിടെ ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നിയമമാണ്. ആളുകൾക്ക് വിവരം ഉണ്ടാവും. മറ്റേ ഇത് പറയുന്നില്ലേ, എന്താണ് ആ സന്ദേശം സിനിമയെ പറയുന്നില്ലേ, എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിപ്പോയതാണ് കുഴപ്പം. നമ്മുടെ പാർട്ടിയുടെ പണി തീർന്നെന്ന് പറയുന്ന രീതിയിൽ. അപ്പം ആ രീതിയിലുള്ള കാര്യമാണ്. അതിൽ ഇനിയുള്ളത് ഇവിടെയാണുള്ളത്. ഇവിടെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റുവലായിട്ടുണ്ടാക്കണം. അല്ല അവരുണ്ടായി കൊടുക്കുന്ന ഒരു ഫ്രെയിമാണ് കൊടുക്കുന്നത്. ആ ഫ്രെയിം നിങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കണം. അത് നിങ്ങളെല്ലാം കൂടി ഇരുന്ന് ചെയ്യേണ്ടതാണ്. അല്ലാതെ അവരവിടെ നിന്ന് വന്ന് ചെയ്തു തരില്ല. ഇവർ പ്രതീക്ഷിക്കണം അവരവിടെ നിന്ന് വന്നിട്ട് ഇതൊക്കെ ചെയ്തു തരും, അപ്പം ഞങ്ങളിങ്ങനെ അങ്ങനെയല്ല, നിങ്ങൾ ചെയ്യണം, പണിയെടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 1,500 കോടി രൂപയാണ് കിട്ടുന്നത്. അല്ല, ഈ കൂട്ടത്തിൽ ഞാൻ ഒരു സംശയവും കൂടി സുനിലിനോട് പറഞ്ഞോട്ടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ UGC പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്തു. എനിക്കൊരു ചോദ്യമുള്ളത്, ഞാൻ UGC ശമ്പളം വാങ്ങി ജോലി ചെയ്ത ഒരാളാണ്. വൈസ് ചാൻസലറായിരുന്നു. എനിക്കൊരു ചോദ്യമുള്ളത്, ഈ UGC പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കാദമിക രംഗത്ത് എന്ത് മികവാണ് ഉണ്ടായിട്ടുള്ളതിനെക്കുറിച്ചൊരു പഠനം നടത്തേണ്ടതല്ലേ? വേണ്ടേ? ഞാനത് ഉന്നയിക്കാൻ ഒരു കാരണമുണ്ട്. ഡിഗ്രി തലത്തിൽ 80,000 സീറ്റാ മറ്റോ ഒഴിഞ്ഞു കിടക്കുകയാണെന്നാണ് പറയണത് കേരളത്തിലാകെ. എന്ന് വെച്ചാൽ പഠിക്കാൻ ആൾ വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്നൊന്ന് അന്വേഷിക്കണ്ടേ? നമ്മൾ കേരളം 1-ാം നമ്പറിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നോക്കണ്ടേ? എൻ്റെ 80,000 സീറ്റ് 3 ഈ മറ്റേ കാലിക്കറ്റ്, കണ്ണൂർ, കോഴിക്കോട്, പിന്നെ MG, കേരള തുടങ്ങിയിട്ടുള്ള 14 സർവകലാശാലകളിലുമായിട്ട് 80,000 സീറ്റിൽ ഡിഗ്രിക്ക് പ്രവേശനം നേടാതെ കിടക്കുന്നു. ആളില്ല. ആളില്ലെങ്കിലും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം. അത് UGC സ്കെയിലുള്ള വർദ്ധിപ്പിച്ച ശമ്പളം കൊടുക്കണം. അവർക്ക് പിന്നെ അത് തന്നെ കൊടുക്കുകയും വേണം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കണ്ടേ? ഇതിന് ആരൊക്കെയാണ് അക്കൗണ്ടബിലിറ്റി വേണ്ടേ? അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോലെ ആയിപ്പോവില്ലേ?
ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് ബോർഡ് ഉത്തരവാദികളല്ല, ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദികളല്ല, ആരും ഉത്തരവാദികളല്ല. അയ്യപ്പൻ മാത്രമാണ് ഇപ്പോൾ ഉത്തരവാദി എന്നാണ് പറയണത്. അയ്യപ്പ നിൻ്റെ കാര്യം നീ തന്നെ നോക്കണേന്നേ പറയാൻ പറ്റുള്ളൂ. ആ ബോർഡ് പറയണത് ഞങ്ങളെന്ത് ചെയ്യാനായിട്ടാണെന്ന്. അപ്പോൾ ആ രീതിയിൽ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു ഓഡിറ്റിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ എന്ത് ഇമ്പാക്റ്റ് ഇതുണ്ടാക്കി എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം നടത്തണം കേരളത്തിൽ. കാരണം കേരളത്തിലാണ് ഇങ്ങനെ സീറ്റ് ഒഴിവ് വരുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിലില്ല. എൻജിനീയറിംഗ് സീറ്റ് പല സ്ഥലങ്ങളിലും ഒഴിവ് വരുന്നുണ്ട്, അത് വേറെ പ്രശ്നമാണ്. കാരണം മഷ്റൂമിങ് ഓഫ് എൻജിനീയറിംഗ് കോളേജ് വന്ന സമയത്ത് അവിടെയും സീറ്റില്ല, സീറ്റ് ഒഴിവാണ്, സീറ്റ് ഒഴിവ് വരും. അത് എൻജിനീയറിങ്ങിലാണ്. ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ട്രഡീഷണൽ വിദ്യാഭ്യാസം ആർട്സ് സയൻസ് കൊമേഴ്സ് ഇതിലാണ്. ഇപ്പോൾ ഞാൻ അറിഞ്ഞത് കൊമേഴ്സ് പഠിക്കാൻ വരെ ആളില്ല, കുട്ടികൾ ചെല്ലുന്നില്ല. നമ്മൾ ഒരുപാട് കോളേജുകളുണ്ടാക്കി. ഇപ്പോൾ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഉള്ള രീതിയിലാണ് 14 ജില്ലയിൽ നമ്മൾ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി. ഇപ്പോൾ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് ഒറ്റ ഓർമ്മയിൽ പറയാം. അല്ല, സർക്കാരിൻ്റെ കീഴിൽ 14, പിന്നെ വേറെയും കാണും. സ്വാശ്രയം ഉണ്ടല്ലോ, സ്വാശ്രയമൊക്കെ ഉണ്ട് സർക്കാരിൻ്റെ. പക്ഷെ അവിടെയൊക്കെ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ മിടുക്കരായ അധ്യാപകരില്ല. ഇപ്പോൾ ഇവർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ മറ്റെന്താണ് ആ മെഡിക്കൽ ബോർഡില്ലേ, എന്താണ് അതിൻ്റെ പേര്, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, അവർ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് കുറേ പേര് അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ അവർ പോയി കഴിയുമ്പോഴേക്കും ഇവരെടുത്ത് ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ ആളുകളെ പറ്റിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെവിടെയെങ്കിലും അവസാനിക്കേണ്ടി വരും. അതെ. അപ്പോൾ ഏതായാലും ഇതാണ് NEP. ഇത് വേണ്ട എന്ന് വെച്ചത് എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. അതിന് പറയുന്ന കാരണങ്ങൾ എന്താ അറിയാമോ? ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കും. ഇപ്പം എന്ത് പറഞ്ഞാലും ഫെഡറൽ സ്ട്രക്ചറിനെ ഏത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്? ഇത് കമ്പൽസറി അല്ല. കാരണം എന്താണ്? കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം. രണ്ട് കൂട്ടർക്കും ആകാം. ഇവർക്കിത് വേണ്ടെങ്കിൽ വേണ്ട. അല്ല, ഞങ്ങളിത് നടപ്പാക്കില്ല, അതിന് വെച്ചിരിക്കുന്ന കാശ് വേണം. അത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ പോലും ശരിയാകില്ല. കാരണം അവിടെയും അതും ഓടില്ല. കാരണം ഞങ്ങളിത് ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് കാശ് കിട്ടണം. മറ്റത് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് ചെയ്യുന്നതിനാണ് കാശ് കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കുകൂലിയായി പോകും. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നോക്കുകൂലി വേണം എന്നാണ് ഗവൺമെൻറ് ആവശ്യം. പിണറായിക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. പിണറായിക്ക് അതെന്നല്ല, പിണറായിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ CPIക്കാർ വിവരക്കേട് പറയുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷ നയത്തിന് വിരുദ്ധമാണെന്ന്. ഇവിടെ നടപ്പിലാക്കുന്നത് ഇടതുപക്ഷ നയമല്ല, ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. അത് EMS തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അധികാരം കിട്ടി എന്ന് കരുതിയിട്ട് നമ്മുടെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അപ്പാടെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇല്ല. കാരണം ഭരണഘടനയ്ക്ക് വിധേയമായിട്ടേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. ആ ഭരണഘടന പറയുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ നടപ്പിലാക്കുക എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? EMS പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദൻ അതാണ്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഗതികേട് 2 താത്വിക ആചാര്യന്മാരാണ് ഇപ്പോൾ അവർക്കുള്ളത്. അഖിലേന്ത്യാ തലത്തിൽ താത്വിക ആചാര്യനായ ബേബിയും സംസ്ഥാന തലത്തിൽ താത്വിക ആചാര്യനായ ഗോവിന്ദനും. അപ്പോൾ ഇവർ 2 പേരും കൂടി അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ വശം കെട്ടു പോകും. അല്ല, ആളുകൾക്ക് ഭ്രാന്തെടുത്തു പോകും. കാരണം ഒന്നും മനസ്സിലാകില്ലല്ലോ. കൂടോത്ര ഭാഷയിലല്ലേ പറയണ. കൂടോത്ര ഭാഷ എന്താണെന്ന് ആർക്കും മനസ്സിലാകില്ലല്ലോ. ഏത് ലാംഗ്വേജിലാണിത് പറയണതെന്ന് ആർക്കും മനസ്സിലാവില്ല. ഈ ഗോവിന്ദം എന്താണ് ഏതൊരു സാധനം AI വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് അത് വിപ്ലവത്തെ സഹായിക്കുന്നു. അത് വിപ്ലവത്തെ സഹായിക്കില്ലെന്നാണ് പറഞ്ഞത്. സഹായിക്കില്ലെന്നാണെന്ന് എനിക്ക് മനസ്സിലായത്. അല്ല, എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഗോവിന്ദൻ എന്തോ പറഞ്ഞു അതിനെക്കുറിച്ച് എന്നുള്ളതാണ്. പുള്ളി ആകെ മലയാളികൾക്ക് മനസ്സിലായത് സിൽവർ ലൈൻ വന്നാൽ അപ്പം വിൽക്കാൻ ആളുകൾക്ക് പോകാം. എന്തോ ചെയ്യാനായിട്ട്. ഏതായാലും സന്തോഷം സാർ. NEPയെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇത്ര സരളവും ഇതാണ് NEP. വ്യാഖ്യാനം. പിന്നെ ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇത് അടിച്ചേൽപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നിങ്ങളുടെ പിള്ളേർ നന്നായിരിക്കണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾ എടുത്തോളൂ. പക്ഷെ നമ്മൾ എന്തും 10 കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യൂ എന്ന് വാശി പിടിച്ചാൽ നമുക്കൊന്നും. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് പ്രേക്ഷകരെ, നമ്മുടെ തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക് ലോകോത്തര വിദ്യാഭ്യാസവും അവസരങ്ങളും കിട്ടാനുള്ള
ഒരു സന്ദർഭമാണ് പാഴാക്കി കളയുന്നത്.